എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ വന്നത്. സമയത്തെ ഭയപ്പെടുന്നുകൊണ്ട് പറയുന്നില്ല, പിന്നീട് അതിന് അവസരം ദൈവം ഒരുക്കട്ടെ. കർത്താവിന്റെ മഹത്വം. വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ വായിക്കാം. മൈക്കൊന്ന് എടുക്കുക. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേല് ജയിക്കും. ദൈവത്തിന്റെ മഹത്വം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകങ്ങളാകുന്ന പഞ്ചഗ്രന്ഥം, മോശയുടെ പഞ്ചഗ്രന്ഥം 5 പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. അതുകൊണ്ടാണല്ലോ ഈ പേര് അതിന് കൊടുത്തേക്കുന്നത്. ഉൽപ്പത്തി, ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, മൃഗോൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ വേറൊരു വിശേഷത നിങ്ങൾക്കറിയാം. തട്ടക്കാരെ ഇതൊന്നും പഠിപ്പിക്കേണ്ട, നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ പഠിച്ച കാര്യം ഞാനൊന്നുകൂടെ ഓർപ്പിക്കുന്നേ ഉള്ളൂ. അന്നെല്ലാം പഠിച്ചിരിക്കുക. കാരണം ഞാൻ പോയി കഴിയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാ, നിങ്ങൾ പറയും. അപ്പം ഞാൻ പഠിപ്പിക്കുകയല്ല, നിങ്ങൾ പഠിച്ച കാര്യം അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കുക. അപ്പൊ ഉൽപ്പത്തി പുസ്തകം ആ ഭാഗം പഠിക്കുമ്പോൾ അപ്പൊ ഉൽപ്പത്തി പുസ്തകം പ്രാരംഭ അധ്യായം മുതൽ 50 അധ്യായം പഠിക്കുമ്പോൾ 1-2 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ മരണമെന്നൊരു പരാമർശമേ ഇല്ല. സ്തോത്രം. എന്നാൽ ഒടുവിലത്തെ അധ്യായത്തിൽ മരണം കൊണ്ട് അവസാനിക്കുക. പാപം നിമിത്തമാണ് ഈ മരണം പ്രവേശിച്ച് സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുന്നെന്ന്. ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പൊ ഉൽപ്പത്തി പുസ്തകം എല്ലാത്തിന്റെ ഉൽപ്പത്തി. പുറപ്പാട് പുസ്തകം ദൈവജനത്തിന്റെ പുറപ്പാട്. അതുകൊണ്ടാണ് ഈ പേര് അതിന് കൊടുത്തിരിക്കുന്നത്, പുറപ്പാട്. ഇസ്രായേലിന്റെ പുറപ്പാട്. മിസ്രൈമിൽ നിന്ന് ഇവർ പുറപ്പെടുക. ഏതാണ്ട് 1430 വർഷം ഇവര് മിസ്രൈമിൽ അടിമകളായി പാർത്തുവെങ്കിൽ 215 വർഷം പീഡ അനുഭവിച്ചെന്ന സാധാരണ കണക്ക് പറയുന്നത്. ഒടുവിൽ ദൈവം ഇവരെ ഉദ്ധരിച്ചു. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തെരഞ്ഞെടുത്തു. മീഖാ പ്രവചനം പഠിക്കുന്നത് മോശ തന്നെ പോയെന്നല്ല, കൂട്ടിന് അഹരോനെയും മിറിയാമിനെയും വിട്ടെന്ന. എന്തായാലും മോശയാൽ ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുകയാ, വിടുവിക്കപ്പെടുകയാ. അപ്പൊ ആകെ വെക്കുന്ന നമുക്കറിയാം. ആബീബ് മാസം 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ വേർതിരിച്ചു. 14-ാം തീയതി അതിനെ സന്ധ്യാസമയത്ത് അറുത്ത് അതിന്റെ രക്തം കിണ്ണത്തിലെടുത്ത് ഈസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ 2-ലും കുറുമ്പടിമേലും പുരട്ടി, കാല് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കുഞ്ഞാടിനെ ഇവര് ഭക്ഷിച്ചു. ഇനി ആ ഭാഗം പഠിക്കുമ്പോൾ എങ്ങനെ ഭക്ഷിക്കണം എന്നും എഴുതിയിട്ടുണ്ട്, എങ്ങനെ ഭക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട്. എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ ഭക്ഷിക്കരുത്, രണ്ടും വേദപുസ്തകത്തിലുണ്ട്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ ഭക്ഷിക്കരുത്. ഞങ്ങള് പറഞ്ഞു തന്നിട്ട് ഇങ്ങേരങ്ങനെ പ്രസംഗിച്ച് തെളിയണ്ടെന്നായിരിക്കും. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. അപ്പോൾ എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ ഭക്ഷിക്കരുത്, രണ്ടും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത് ചുട്ട് ഭക്ഷിക്കണം. വായിച്ച പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-8 വായിക്കാം. പുറപ്പാട് 12-ന്റെ 7 വായിച്ച്. ആ വാക്യമാ ശരി. അപ്പൊ ഈ വാക്യം ഏതായിരുന്നു? അതും വാക്യമാ, കുഴപ്പമില്ല. എന്നാലും നമുക്കിപ്പോ ആ വാക്യം വേണ്ട, ഈ വാക്യം മതി. ഇത് വായിര്. അതിന്റെ രക്തം കുറകെടുത്ത് തങ്ങൾ തിന്നെ വീടുന്ന കട്ടളക്കാൻ 2-ലും കുറുമടിമേലും പുരട്ടണം. അടുത്തത്, അന്ന് രാത്രി തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടി അതിനെ ഭക്ഷിക്കണം, തലയും കാലും അന്തർഭാഗങ്ങളുമായി. അടുത്തത്, തീയിൽ ചുട്ടിട്ടല്ല, പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയോ തിന്നരുത്. മൈക്ക് കൂടെ വായിച്ചു. തലയും കാലും അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടിയോ തിന്നേണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. വെള്ളത്തിൽ പുഴുങ്ങിയോ തിന്നരുത്. ഇനി വായിച്ച ആളിനോട് ചോദ്യം, പറഞ്ഞില്ലെങ്കിൽ ഇവരോട് ചോദിക്കും.
പറഞ്ഞെങ്കിൽ പിന്നെ ആരോടും ചോദ്യമില്ല. ഇങ്ങോട്ട് നോക്കൂ, എങ്ങനെ തിന്നണം? ഒറ്റ വാക്കി പറ. എങ്ങനെ തിന്നണമെന്നാ ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. ഒറ്റ വാക്കി പറ. എങ്ങനെ തിന്നണം? പാട്ട് പാടുകല്ലേ, പറഞ്ഞേ മറുപടി പറ. അല്ല, ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. വായിച്ചായിരുന്നു ആ ഭാഗം. അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. എങ്ങനെ തിന്നണം? ചുട്ടു തിന്നണം. ദൈവം വെച്ച പ്രമാണമാ. എങ്ങനെ തിന്നണം? ചുട്ടു തിന്നണം. എങ്ങനെ അത് അമ്മയല്ലേ മോനോട് ചോദിക്കുക, എങ്ങനെ തിന്നരുത്? അമ്മ എങ്ങനെ തിന്നണമെന്ന് പറഞ്ഞു, മോൻ എങ്ങനെ തിന്നരുതെന്ന് പറ. ഇല്ല, അപ്പനോട് ചോദ്യം വരും. പച്ചയ്ക്കും തിന്നരുത്. പടം വെച്ച് മോനെ, ശരിയാ. പച്ചയ്ക്കും തിന്നരുത്, വെള്ളത്തിൽ പുഴുങ്ങി തിന്നരുത്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇത് ചുട്ടു തിന്നണം. ചുട്ടു അതാ ദൈവം വെച്ച വ്യവസ്ഥ. ചുട്ടു തിന്നണം. എങ്ങനെ തിന്നണമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാം, ചുട്ടു തിന്നണം. തീക്കകത്ത് ചുട്ടു തിന്നണം. സ്തോത്രം. എങ്ങനെ തിന്നരുത്? പച്ചയ്ക്കും തിന്നരുത്, വെള്ളത്തിൽ പുഴുങ്ങിയും തിന്നരുത്. ഈ മോന് നടുവിന് പ്രശ്നം വല്ലതും ഉണ്ടോ? നേരെ അവൻ ഞെളിവില് കൊള്ളുന്നു. നന്നായിട്ട്. അല്ല, ഇപ്പം ഈ കുഞ്ഞുങ്ങളെന്നോ പ്രായമുള്ളവരെന്നൊന്നുമില്ല, അസുഖങ്ങൾ ആർക്കും വരാം. അതുകൊണ്ട് അറിയണമല്ലോ. ഞങ്ങൾക്കൊരു പയ്യനുണ്ട്, അവന് ഷുഗർ കൂടുതലാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കുറ്റമായിട്ടല്ല, കാലവും സമയവും ഒക്കെ അങ്ങനെ, അതുകൊണ്ടായി ചോദിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെ തിന്നണം? ചുട്ടു തിന്നണം. എങ്ങനെ തിന്നരുത്? പച്ചയ്ക്കും തിന്നരുത്, വെള്ളത്തിൽ പുഴുങ്ങി തിന്നരുത്. എനിക്ക് ഈ ദൈവദാസന്മാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഒരപേക്ഷയാ, കൽപ്പനയല്ല. നിങ്ങൾ കസാരിയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തേക്ക് ഒന്നിരിക്കാമോ? ഇന്ന് സന്ധ്യയ്ക്ക് തിരിച്ച് ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ അങ്ങോട്ടങ്ങ് പൊക്കും. ഇന്നത്തേക്ക് എനിക്ക് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഈ ജയിലിനകത്ത് ഇട്ടത് പോലെ ഇരിക്കുന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇങ്ങോട്ട് ഇരിക്കുകയാണ് ജെയിംസ് പാസ്റ്ററെ, ഇങ്ങോട്ടൊന്ന് ഇരിക്കുകയാണ്. അല്ലെ ഞാൻ പിന്നെയും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണം. നമുക്ക് ചടേന്ന് കാര്യം നടത്തി വെച്ച് പോകാം. ദൈവത്തിന് മകത്ത്. ഒത്തിരി അഭിനന്ദിക്കുന്നു. ദൈവത്തിന് മകത്വം. ഇന്നത്തേക്ക് അപ്പൊ ശ്രദ്ധിക്കുക, വേറെ പുസ്തകത്തിലെ പ്രമാണം ചുട്ടു തിന്നണം കുഞ്ഞാടിനെ. എങ്ങനെ തിന്നണം? ചുട്ടു തിന്നണം. എങ്ങനെ തിന്നരുത്? പച്ചയ്ക്കും തിന്നരുത്, വെള്ളത്തിൽ പുഴുങ്ങി തിന്നരുത്. വേണ എങ്ങനെയൊക്കെ തിന്നാം. സ്വരത്തിൽ അർത്ഥമുണ്ട്. പറഞ്ഞു, വേണ എങ്ങനെയൊക്കെ തിന്നാം. എങ്ങനെ വേണേലും ചുട്ടു തിന്നാം, പച്ചയ്ക്ക് തിന്നാം, വെള്ളത്തിൽ പുഴുങ്ങി തിന്നാം, മസാല ചേർത്ത് തിന്നാം, സോസ് കൂട്ടി തിന്നാം. എങ്ങനെ വേണേലും തിന്നാം. പക്ഷെ വ്യവസ്ഥ വെച്ചിരിക്കുന്ന ചുട്ടു തിന്നണമെന്ന. ഏത് വിഷയത്തിനും ദൈവം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വ്യവസ്ഥ, ആ പ്രമാണം ആര് ലംഘിക്കും അവിടെ പ്രശ്നമാണ്. ഇന്നിപ്പോ ബെന്നി പാസ്റ്റർ പറഞ്ഞത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഒരു കാര്യം, കുടുംബജീവിതത്തെ പറ്റി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ നിങ്ങൾക്കറിയാം. വ്യവസ്ഥ ഇതാ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും, നിങ്ങൾ പറ, ബേച്ചാൻ പറഞ്ഞു, ഇച്ചിരി കൊണ്ടുണ്ട്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹം. ഓർഡർ കണ്ടോ? ദൈവം വെച്ച ഓർഡർ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട്, അതാണ് ആദ്യം, വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹം. അപ്പൊ ഇങ്ങനെ അതിന്റെ ഓർഡർ: വിടുക, പറ്റിച്ചേരുക, ഒരു ദേഹമാകുക. ദൈവം വെച്ച ഓർഡർ അതാ. ഉടക്കുണ്ടാക്കാതിരിക്കുക എന്നെ പറയാം. ഉടക്കിയാൽ എനിക്ക് വിഷയമില്ല, ഞാൻ അങ്ങ് പോകും, നിങ്ങൾ ഇവിടെ ഉടക്കിയിരിക്കും. പാശ്ചാത്യ നാടുകളിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഇന്ത്യയിലും വിശേഷിച്ച് കേരളത്തിലും വിശേഷിച്ച് പെന്തിക്കോസുകാരുടെ ഇടയിലും ദൈവം വെച്ച ഓർഡർ തെറ്റിച്ചു. ഓർഡർ തെറ്റിച്ചു. ദൈവം വെച്ച ഓർഡർ വിടുക, പറ്റിച്ചേരുക, ഒരു ദേഹമാകുക. അങ്ങനെ ദൈവം വെച്ച ഓർഡർ പല നാട്ടിലും പല സ്ഥലങ്ങളിലും ആദ്യം അങ്ങ് ഒരു ദേഹമായിട്ട് അവർ കുറച്ച് നാൾ ജീവിക്കുക, പഠിക്കുകയാണെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഞാനത് കുറച്ചുകൂടെ വിവരിക്കണോ? വേണ്ടല്ലോ, വേണ്ട.
മനസ്സിലായോ? ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ മിക്കതും തന്നെ തീരുമാനിക്കുക, അവര് തന്നെ അങ്ങ് തീരുമാനിക്കുക. പിന്നെ മാതാപിതാക്കൾ ഇപ്പം അങ്ങനെ കയറി ഉടക്കാറില്ല. ഉടക്കിയാൽ പിന്നെ അവർക്ക് കല്യാണത്തിന് കൂടാൻ ഓക്കെ അല്ല. അതുകൊണ്ട് അവനും ഭാര്യ പറയും, നിങ്ങളും ഉണ്ടായിരിക്കും, അമ്മ കല്യാണത്തിന് കൂടേണ്ടതുകൊണ്ട് നിങ്ങൾ അവര്. അപ്പൊ ഇത് ആദ്യം ഇവര് ഒരു ദേഹമായിട്ട് 5-6 മാസം അങ്ങ് പേര് പറയത്തില്ല, സ്ഥലം പറയത്തില്ല, നടക്കുന്ന കാര്യമാണ്. ഈ അടുത്ത കാലത്ത് രാജ്യമൊന്നും പറയുന്നില്ല, ഒരു വിവാഹം ആലോചിച്ചപ്പോൾ ആ ആലോചിച്ച പെൺകുട്ടി വേറൊരു വിവാഹത്തിന് വന്നവിടെ. എൻഗേജ്മെന്റ് നടന്നതേ ഉള്ളൂ. അപ്പം വേറൊരു വിഭാഗത്തിന് ആ പെൺകുട്ടിയും ഈ നിശ്ചയിക്കപ്പെട്ട പയ്യനും എല്ലാം ഉണ്ട്. വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അവിടെ വന്ന് അവര് റൂം എടുത്ത് താമസിച്ചു. ആലോചിച്ചല്ലോ. നിങ്ങളെല്ലാം ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടാണോ? പിന്നെ ഒരു വൈക്കളപ്യം പോലെ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നല്ലോ എന്ന് ഓർത്തായിരിക്കും. ഇതിന് അപ്പുറമാണ് നടക്കുന്നത്. രണ്ടുപേരും ഒരു ദേഹമായിട്ട് കുറെ നാള് ജീവിക്കുക. ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞ് അവർ ചിന്തിക്കും, നമുക്ക് പറ്റിച്ചേരണോ വേണ്ടായോ. ഒടുവിലാണ് ഇവര് വിടുന്നത്. സ്തോത്രം. അതുകൊണ്ടല്ലേ ഇത് വർദ്ധിച്ചു വരുന്നേ. ആത്മീകരെന്ന് പറയുന്നവരുടെ ഇടയിലും വർദ്ധിച്ചു വരുന്നു. ഇതിന്റെ നടുവിൽ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ചില കേസുകളൊക്കെ മുമ്പേ പറഞ്ഞതുപോലെ സാത്താന്റെ ശക്തിയാൽ പിടിക്കപ്പെടുക. അത് പ്രാർത്ഥനയിലും ആരാധനയിലും ഉപവാസത്തിലും ആ വിഷയത്തിൽ ജയമെടുക്കണം. ദൈവത്തെ ഭയപ്പെടണം. അപ്പോൾ ദൈവം വെച്ച വ്യവസ്ഥ ഓർഡർ തെറ്റിക്കരുത്. അവിടെ ഞാൻ ഇടയ്ക്ക് ഈ വിഷയം എടുത്ത് സൂചിപ്പിച്ചെന്നുള്ളത് നിങ്ങൾക്കറിയാം. ദൈവം വെച്ച ഓർഡർ തെറ്റുന്നിടത്തെല്ലാം പ്രശ്നമാണ്. അപ്പൊ ഈ കുഞ്ഞാടിനെ ഭക്ഷിക്കാനുള്ള വ്യവസ്ഥ ദൈവം വെച്ചത് ചുട്ടു തിന്നണം. പച്ചയ്ക്കോ വെള്ളത്തിൽ പിടുങ്ങിയോ തിന്നരുത്. വേണമെങ്കിൽ പച്ചയ്ക്കും തിന്നാം, വെള്ളത്തിൽ പിടുക്കി തിന്നാം, വാട്ടി തിന്നാം, പരുവത്തിന് തിന്നാം, മസാല ചേർത്ത് തിന്നാം. സോസ് ഇപ്പൊ കൂടുതൽ പിള്ളേർക്കെല്ലാം സോസാണ് ഇഷ്ടം. പിള്ളേർക്കെന്നല്ല, പ്രായമുള്ളവർക്കും ചിലർക്കിപ്പം നമ്മളൊരു സോസ് എന്ത് ചെയ്യാനാ ചോദിക്കുന്നത്. വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി, ഇപ്പൊ ചെറിയ ഹോട്ടലിലൊക്കെ ഉണ്ട് അല്ലേ, പല കളറാ സോസ് കൊണ്ടുവെക്കുന്നത്. മോനെ അറിയത്തില്ലേ സോസ്? അറിയത്തില്ലടാ. ഫുഡ് കൊണ്ടുവെക്കുമ്പോൾ അവിടെ ഗ്രീൻ കളറിലേ ഉണ്ട്, അപ്പുറം റെഡ് ഇരിപ്പുണ്ട്, ഇപ്പുറം യെല്ലോ ഇരിപ്പുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇന്ന് വരെ ഹോട്ടലിൽ കയറിയിട്ട് അവിടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇത് ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ ഈ ഫുഡ് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എടുത്ത്, അങ്ങനല്ലേ, ഇഷ്ടമുള്ള എടുത്ത്. ആത്മീക ലോകത്ത് ഇപ്പൊ ഇത് തന്നെ സോസാ കൂടുതൽ. സ്തോത്രം. സോസ് കൂട്ടിയല്ലേ കൊടുക്കുന്നത്. ആൾക്കാർക്ക് അതാ ഇഷ്ടം, സോസ് കൂട്ടി കൊടുക്കുന്ന. ഉപദേശം പറയുന്ന ഇഷ്ടമല്ലല്ലോ, പ്രമാണം പറയുന്ന ഇഷ്ടമല്ലല്ലോ, കർക്കശ ഉപദേശം പറയുന്നത് ഇഷ്ടമല്ലല്ലോ. എല്ലാവർക്കും സോസ് കൂട്ടി കൊടുത്തേ. പിള്ളേരും പറയും പാസ്റ്റർ നല്ല മിടുക്കനാ കേട്ടോ, പുള്ളി ആവശ്യമില്ലാത്ത ഒന്നും പറയത്തില്ല. നമ്മുടെ ആ പൾസ് അറിഞ്ഞ പുള്ളി. നിന്റെ പൾസ് അല്ല വിഷയം, ദൈവപ്രമാണമാ വിഷയം. ദൈവപ്രമാണമാ വിഷയം. സ്തോത്രം. അതെ. അപ്പൊ ഇത് പ്രമാണം വെച്ചിരിക്കുന്ന ചുട്ടു തിന്നണം. അങ്ങനെ ചുട്ടു തിന്നുന്നവനെ കണ്ടാൽ അറിയാം. അവൻ യോഗത്തിന് വന്നാൽ അറിയാം. ഉണ്ടായിരുന്നോ എന്നൊന്നും യോഗം കഴിയുമ്പോൾ ചോദിക്കണ്ട. ബേച്ചാൻ ഉണ്ടായിരുന്നോ, ചാക്കോച്ച ഉണ്ടായിരുന്നോ? അപ്പൊ ചെല്ല് പറയും, ഞാൻ പുറകിലിരിപ്പുണ്ടായിരുന്നു. ഓ, ഇത് ആള് കണ്ടമാനമായതുകൊണ്ട്. പെണ്ണമാമ ഉണ്ടായിരുന്നു, ഞാൻ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് മയങ്ങിയെന്നുള്ള. എന്നാലും ഗ്ലോറിഗോമിലെ അമ്മാമ്മയുടെ പേര് പറയുന്നുണ്ട്. അമ്മാമ്മയുടെ കാര്യമല്ല, ഞാൻ എൻ്റെ പേര് പറയാം, തങ്കമ്മ എന്നങ്ങ് ഓർത്തോണ്ടങ്ങ് പറയാം. അമ്മാമ്മയുടെ കാര്യമല്ല. തങ്കമ്മ യോഗത്തിനുണ്ടായിരുന്നോ? ഞാൻ ഇടയ്ക്കിരുന്ന്
ഉണ്ടായിരുന്നു. പാസ്റ്റർ കാണാഞ്ഞിട്ട്. എന്നാൽ ഈ തീയിൽ ചുട്ട് ഭക്ഷിച്ചവനോട് ചോദിക്കണ്ട. അവൻ ഇടയ്ക്കിരുന്നാലും സൈഡിൽ ഇരുന്നാലും നടുക്കിരുന്നാലും ഫ്രണ്ടിലിരുന്നാലും ബാക്കിലിരുന്നാലും അവൻ വന്നാൽ അറിയാം. അവന്റെ സ്തോത്രം കേൾക്കുമ്പോൾ അറിയാം. അവന്റെ കയ്യടിയും പാട്ടും പ്രാർത്ഥനയും കേൾക്കുമ്പോൾ അറിയാം. അവൻ ആരാധനയ്ക്ക് സഭാഗോള് കേറിയ അറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ചുട്ടു തിന്നുന്നവനെ കണ്ടാലറിയാം. പ്രമാണപ്രകാരം നിൽക്കുന്നവനെ കണ്ടാലറിയാം. അവന്റെ കയ്യടിയും പ്രാർത്ഥനയും ആരാധനയും കൂട്ടായ്മയും വരവും ഇരിപ്പും നോട്ടവും പ്രകൃതം കാണുമ്പോൾ അറിയാം ഇവൻ കഴിച്ചത് തീയിൽ ചുട്ടാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവരിക്കുന്നില്ല, ഓടിച്ചങ്ങ് പോകയാ. ഇന്നിപ്പോ അങ്ങനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇവര് കുഞ്ഞാടിനെ തീയിൽ ചുട്ട് ഭക്ഷിച്ചു. 14-ാം തീയതി ഭക്ഷിച്ചു. 15-ാം തീയതി ഇവരെ പുറപ്പെടുവിക്കുക ദൈവം. 14-ാം തീയതി സന്ധ്യയ്ക്ക് ഇതിനെ അറുത്ത് ഭക്ഷിച്ചു. 1-ാം മാസം 15-ാം തീയതി മിസ്രയീം പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് യാത്ര ചെയ്ത് ഇടയ്ക്കത്തെ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. അവരെ പറ്റി വായിക്കുന്നത് യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടെന്ന. യുദ്ധസന്നദ്ധരായി. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യങ്ങളും പഠിക്കുമ്പോൾ യുദ്ധസന്നദ്ധരായിട്ടെന്ന. ഒരു വാക്യം വായിച്ചാൽ എല്ലാം വായിക്കാൻ നേരമില്ല. പുറപ്പാട് പുസ്തകം 13-ന്റെ 18. ചെങ്കലിലേക്കുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ. അടുത്തത്, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി 14-ന്റെ 8 കൂടെ വായിച്ചോ. 14:8 കൊച്ചുമൻ കണ്ടോ? 14:8. അത് ഇംഗ്ലീഷ് ബൈബിളാ. ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ. അടുത്തത്, യുദ്ധസന്നദ്ധനായി പുറപ്പെടും. അപ്പൊ ശ്രദ്ധിക്കുക, 13-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലും 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും മിസ്രയീമിൽ നിന്ന് ഇവര് ആബീബ് മാസത്തിന്റെ ആരംഭമാണല്ലോ. 1-ാം മാസം 15-ാം തീയതി പുറപ്പെട്ടതിനെ പറ്റി പരാമർശിക്കുന്നത് യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടെന്ന. സ്തോത്രം. യുദ്ധസന്നദ്ധരായി. ഈ യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടെന്നേ ഉള്ളു. പക്ഷെ ഇവർക്ക് യുദ്ധം ചെയ്യാനൊന്നും അറിയാൻ മേല. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ആ വെച്ചുകെട്ട് ഇരിപ്പും കണ്ട അവർക്ക് ഇപ്പൊ കയറി അടിക്കുമെന്ന്. ചുമ്മാതാ. ആ യോഗത്തിനുള്ള വരവും കസേരയിലുള്ള ഇരിപ്പും ചിലർ കാലുമേ കാല് വെച്ച വിറപ്പീരും നോട്ടം കണ്ടാർക്കും പുള്ളിക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അറിയാണ്ട്. പക്ഷെ പുസ്തകക്രമം പോലും അറിയാൻ മേല. പക്ഷെ ഇരിപ്പും പാവവും കണ്ട ഇപ്പൊ പ്രാർത്ഥിച്ച് തീ ഇറക്കുമെന്നും പറഞ്ഞ ഈ പുറമേയുള്ള പടുതിയേ ഉള്ളു യുദ്ധമൊന്നും ചെയ്യാൻ അറിയാൻ മേല. ഒരു വിഷയം വരുമ്പോ കുഴയ. അപ്പൊ ഇവിടെ വായിക്കുന്നത് യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു. പക്ഷെ യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. അതിന് വേറൊരു തെളിവ് വാക്യങ്ങളെല്ലാം അടുപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം. സംഖ്യാപുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും പഠിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യമുണ്ട്: യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ യഹോവ വെച്ച ജാതികൾ. അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവർക്ക് യുദ്ധം അറിയത്തില്ല. പക്ഷെ ഇവർ ഇറങ്ങിയിരിക്കുന്നത് യുദ്ധസന്നദ്ധനായിട്ട. സിയോൻ ഗീതാവലിയാക്കായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ മുഴുവൻ പാട്ടും പാടുവന്ന് ഒന്നും പാടുകയല്ല. ഇരിപ്പൊക്കെ കണ്ടവർക്ക് ഇപ്പം മുഴുവൻ പാട്ടും നമുക്ക് മനസ്സിലാകാഴിയാണോ? ആ വേറെ പുസ്തകം കൊണ്ട് ഈ കൈ പിടിച്ചോണ്ടുള്ള വരവും ഇരിപ്പും കണ്ടവർക്കും പറഞ്ഞ ഉടനെ ചടയുന്ന വാക്യം കൊണ്ടുവന്നതുപോലെ തിരിച്ചു പോകുന്ന അല്ലാതെ ചെല്ലു പിന്നെ ഹോളിൽ തന്നെ വെച്ചിരിക്കുക, ഇരിക്കുന്നതിന്റെ സൈഡിൽ. ഞാൻ അതും ചുമക്കുണ്ടല്ലോ. അപ്പൊ ഈ പോക്കും വരവും കണ്ടാൽ ഇവർ യുദ്ധം ചെയ്യുമെന്നോ നമുക്ക് ചിന്തിക്കും. പക്ഷെ യുദ്ധമൊന്നും അറിയത്തില്ല. അപ്പൊ 13-ന്റെ 18-ലും 14-ന്റെ 8-ലും യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടെന്ന. ഇങ്ങനെ ദൈവം ഇവരെ പുറപ്പെടുവിച്ചു. ചെങ്കടൽ കടന്നു, മരുഭൂമിയിലേക്ക് പ്രവേശിച്ച ഭാഗമൊന്നും അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെ യാത്ര ചെയ്ത് രബീദീമിൽ ഇവർ വന്ന് പാളയം ഇറങ്ങി. അപ്പൊ റമസേസിൽ നിന്നാണ് ഇറങ്ങിയത്. റമസേസിൽ നിന്ന് സുക്കോത്തിലോട്ട് വന്ന് അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് രബ്ദോക്ക കഴിഞ്ഞ് ആലൂഷ് കയറി ആലൂഷിൽ നിന്ന് രബീദീമിലോട്ട് വന്നു. 40 കൊല്ലം കൊണ്ട് 42 പാളയം എന്ന. ശരിക്കും പഠിച്ചാൽ 42 അല്ല 49 പാളയമുണ്ട്. കാരണം അടിച്ചെടുത്ത് കൊണ്ട് വീണ്ടും ഒന്ന് അടുപ്പിച്ചു. അങ്ങനെ 7 പാളയം കൂടി. ആ 7 പാളയത്തെ പറ്റിയും താവളത്തെ പറ്റി വേറെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം രബ്ദോക്കിൽ നിന്ന് പിന്നെ ആലൂഷ് കയറി ആലൂഷിൽ നിന്ന് രബീദീമിൽ വന്നു. ഇടയ്ക്കത്തെ ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഈ രബീദീമിൽ ഇവർ വന്നപ്പോൾ
ഒരു ചെറിയ പ്രശ്നം, ചെറുതല്ല, ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ല. രബീദീമി വന്നപ്പോ കുടിക്കാൻ ഏതാണ്ട് 12ാമത്തെ പാളയമായ രബീദീം. രബ്ദോക്കെ 10, ആലൂഷ് 11, രബീദീം 12. പുറപ്പാട് പുസ്തകത്തിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ സംഖ്യാപുസ്തകത്തിൽ രബ്ദോക്കയും ആലൂഷും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് 12ാം പാളയം. അപ്പൊ ഇവര് ഇപ്പൊ ഈ 12ാമത്തെ പാളയമാകുന്ന രബീദീമിൽ വന്ന് പാളയം ഇറങ്ങി. ഈ രബീദീമി വന്നപ്പോ ഒരു ചെറിയ പ്രശ്നം, കുടിക്കാൻ വെള്ളമില്ല. വായിച്ചേ പുറപ്പാട് 17:1-2. ഉറക്കെ വായിച്ചു. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രബീദീമിലെത്തി പാളയം ഇറങ്ങി. അപ്പൊ ഇവര് ദൈവത്തിന്റെ കൽപ്പന പ്രകാരമായി യാത്ര ചെയ്യുന്നത്. അങ്ങനെ രബീദീമിൽ വന്ന് പാളയം ഇറങ്ങി. ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ജയത്തിന്റെ പാട്ട് പാടിയാ ഇവര് പുറപ്പെടുന്നത്. ഇവര് 15-ാം തീയതി ഇങ്ങോട്ട് പോന്നപ്പോ അവിടെ 15-ാം തീയതി ഷവോടക്ക് തുടങ്ങി. അവിടെ ഷവോടക്കിനുള്ള മൊബൈൽ മോർച്ചറി, പന്തല്, പിന്നെ എല്ലാം. ഇപ്പൊ പിന്നെ എല്ലാവരും ഒന്ന് ചേക്കുന്നവരുണ്ട്. നമ്മൾ വലിയ അങ്കടപ്പെടുവൊന്നും. അപ്പൊ ഇതെല്ലാം കൂടെ ഏറ്റ് പാട്ട്, മൊബൈൽ മോർച്ചറി, എല്ലാം, ആംബുലൻസ് എല്ലാം. പിന്നെ അപ്പം ഇസ്രായേൽ മക്കള് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ജയത്തിന്റെ പാട്ട് പാടി പോന്നപ്പോൾ അവിടെ ഫ്യൂണറൽ സർവീസ് തുടങ്ങി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാനിപ്പോ എഴുതിയാന്ന് തോന്നുന്നു. വായിച്ചു സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിന്റെ 2-3 വാക്യം. പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നു. പ്രയാണങ്ങള് വായിച്ചോ താഴോട്ട്. 1-ാം മാസം 15-ാം തീയതി അവർ റമസേസിൽ നിന്ന് സുക്കോത്തിൽ എന്നാ ഒരു തപ്പല്. വായിച്ചോ, ശരിയാ. യുദ്ധസന്നദ്ധനായിട്ട് പുറപ്പെട്ടു. അടുത്തത് മിസ്രയീമ്യരോ അതവിടെ ഫ്യൂണറൽ സർവീസ് ആണെന്ന് പറഞ്ഞു. ഇവര് ജയത്തിന്റെ പാട്ട് പാടി ദൈവത്തിന്റെ വചനപ്രകാരം യാത്ര ചെയ്തപ്പോൾ അപ്പുറേ ദുഃഖബാൻഡ് മുഴങ്ങി. ദൈവത്തിന് മഹത്വം ആട്ടെ. ഇങ്ങനെ ദൈവം ഇവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരിക. ദൈവത്തിന്റെ വിടുതലുകൾ കണ്ടവരാ. ദൈവിക സംരക്ഷണവും ദൈവിക വിടുതലും ദൈവിക നന്മയും കണ്ട ഇവര് രബീദീമിൽ വന്നു കഴിഞ്ഞപ്പോ കുടിക്കാൻ വെള്ളമില്ല. 17-ാം അധ്യായത്തിൽ പുറപ്പാട് രബീദീമിൽ വന്ന് പാളയം ഇറങ്ങി. അടുത്തത് അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ല. രബീദീമിൽ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല. ഈ വെള്ളം കിട്ടാതെ വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ വെള്ളം കിട്ടാതെ വരുമ്പോ എന്തുവാ ചെയ്യണ്ടേ? നമ്മൾ പെന്തിക്കോസുകാരുടെ കാര്യമൊക്കെ നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം നമ്മൾ എന്തോ ചെയ്യും? ആദ്യം പ്രാർത്ഥിക്കും. നമുക്ക് ഏത് വിഷയം വന്നാലും നമ്മളിപ്പോൾ കേസ് കൊടുക്കാൻ പോയാലും പ്രാർത്ഥിച്ചല്ലേ പോകുന്നേ. അങ്ങനെ പോകുള്ളൂ. അല്ല ചുമ്മാ കേസ് കൊടുത്തിക്കൊണ്ട് ഓടുകയാണോ? താവേ കോടതിയിലോട്ട് പോകുന്ന പോലീസുകാരനോട് ദൈവം, എസ് ഐയോട് ദൈവം സംസാരിക്കണം. കോടതി വരാന്തെല്ലാം ദൂതന്മാരെ നിർത്തണമേ. പ്രതിഭാഗം വക്കീലിന്റെ ഓർമ്മയെ കെടുത്തി ഞങ്ങളുടെ വക്കീലിനെ ശക്തമായിട്ട് എല്ലാം അങ്ങനെ. നമ്മൾ ഏത് വിഷയത്തിനിറങ്ങിയാലും പ്രാർത്ഥിച്ചല്ലേ. ഇപ്പൊ ഞായറാഴ്ച ചില സഭയിൽ അടി, അത് പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞാൽ അടിക്കുക. അത് ചുമ്മാ കയറി അടിക്കുകയല്ല. വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി 2 പാട്ട് പാടി 2 പേര് നിങ്ങൾ പമ്മിയിരിക്കുന്നത് എല്ലാം കഴിഞ്ഞ എന്ത് ക്രമീകരണത്തോടെ ആടി ഉണ്ടാക്കുന്നേ. അപ്പൊ ഈ ദൈവം തമ്പുരാൻ ഇവരെ നടത്തിയ വിധങ്ങൾ ഓർക്കണം. ഇവര് രബീദീമിലെത്തി വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല. വെള്ളം കിട്ടാതെ വന്നപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ടതിന് പകരം ഇവിടെ അവര് കലകിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. വായിച്ചേ. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾ ഈ മൈക്ക് അങ്ങോട്ട് കൊടുക്കാവോ? അത് പാടാൻ മാത്രമല്ലല്ലോ, ബാക്കിയും കൂടെ ഒന്ന് വായിച്ചു കൊടുക്കണം. അല്ല നമ്മൾ വായിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. വായിച്ചേ. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു. കണ്ടോ, വഴക്കുണ്ടാക്കി. ഇവര് വഴക്കുണ്ടാക്കി. ഞാനൊരു കാര്യം ദൈവമക്കളോട്, നിങ്ങൾ തട്ടക്കാരോട് മാത്രമല്ല, ഓൺലൈനിൽ പലരുണ്ട്, അവരോടും ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കളോടുമായി പറയുന്നത്, ദൈവം തമ്പുരാൻ നിന്നെ നടത്തിയ വിധമോർത്താൻ നീ വഴക്കുണ്ടാക്കരുത്.
വഴക്കുണ്ടാക്കരുത്. കയ്പിന്റെ വേര് പോലും മുളയ്ക്കരുത്. എന്ത് ഭദ്രമായിട്ടാ ദൈവം നിന്നെ നടത്തിയത്. ആമേൻ. മിസ്രയീമിൽ ആമേൻ അതെ ഫ്യൂണറൽ സർവീസ് ആമേൻ ശവസംസ്കാരം നടക്കുമ്പോൾ എണ്ണത്തിൽ പോലും കുറയാതെ, ഒരു കുളമ്പടി പോലും പട്ടുപോകാതെ, നിന്റെ തലമുറയ്ക്ക് ഒരു നഷ്ടം വരാതെ, നിന്റെ കന്നുകാലികൾക്ക് ഒരു നഷ്ടം വരാതെ, നിന്റെ അവകാശത്തിന് നഷ്ടം വരാതെ എത്ര ഭദ്രമായി ദൈവം നിന്നെ പരിപാലിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ തീരത്തും വന്ന് ഭയപ്പെട്ടതാ. ദൈവം ഒരു ശാസിച്ചെന്ന യെശയ്യാ പറഞ്ഞ ഉഷ്ണക്കാറ്റടിപ്പിച്ചെന്ന ശാസിച്ചു. വേറൊരു ഭാഗത്ത് കൊടുക്കുന്ന ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ഒരു കാറ്റ് എന്നൊരു ഒറ്റ അടി അടിച്ചപ്പോ 7 കൈവടിയായിട്ട് ചെങ്കലിൽ മാറിയെന്ന 7 കൈവടികളിലാക്കി. 7 കൈവടിയാക്കിയ ചെടിതിരിക്കുന്നത് ചെരുപ്പ് നനയാണ് മറുകര കയറ്റിയെന്ന്. വാക്യം വായിച്ചേ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 15 വായിച്ചേ. നിങ്ങൾ ഒരു അമാന്തം പോലെ തോന്നുന്നു. അതുകൊണ്ട് യെശയ്യാ 11:15 പെട്ടെന്ന്. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തു. അവിടുത്തെ അവൻ ഉഷ്ണക്കാറ്റോട് കൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവടികളാക്കി ചെരുപ്പ് നനയാണ് മറുകര കയറ്റി. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിന്നെയും നിന്റെ തലമുറയെയും വിഴുങ്ങാൻ അവൻ ചെങ്കടലിൽ വായും പിളർന്നു നിന്നതാ. എന്നാൽ സർവജ്ഞനായ ദൈവം തന്റെ ദൂതനോട് കൽപ്പിച്ച് ദൂതനിറങ്ങി ഒരേ അടിയടിച്ചപ്പോൾ ഇത് 7 കൈവഴിയായി ചതറിച്ച് ചെരുപ്പ് നനയാതെ നിന്നെ മറുകര കയറ്റി. ദൈവം ചെയ്ത നന്മകളോർത്ത് സ്തോത്രം പറ. കയ്യും കെട്ടി വായും പൂട്ടി മൗനമായിരിക്കാതെ ദൈവം ചെയ്ത നന്മകൾക്കായി സ്തോത്രം പറ. നിന്റെ പ്രാണനെ വിടുവിച്ചു, നിന്റെ കുടുംബത്തെ വിടുവിച്ചു, നിന്റെ തലമുറയെ വിടുവിച്ചു, നിന്റെ യാത്രയ്ക്ക് തുണ നിന്നു. ദൈവം നിന്നെ സംരക്ഷിച്ചു. കാലനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിന്നും കണ്ണിനെ കണ്ണിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് മഹത്വം കൊടുക്ക. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കൃപ കൃപ കൃപ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ചയെന്നിയെ കാത്തോ മനിച്ചല്ലോ. ആമേൻ. വൈരിയിൽ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നമുക്കും താൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് താൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന് താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിലും പ്രമോദമുണ്ടല്ലോ, താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിലും പ്രമോദമുണ്ടല്ലോ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ദൈവം തമ്പുരാൻ ഇവരെ നടത്തിയ വിധമോർത്താൽ കലഹിക്കരുത്, കലഹിക്കരുത്. ശാസിച്ചതിനെ ഉണക്കി മറുകര കയറ്റി. പിന്നാലെ മാഞ്ഞു വന്ന എല്ലാത്തിനെയും ദൈവം ചെങ്കടലിൽ താഴ്ത്തി. ഈയം താഴും പോലെ താണെന്ന സ്തോത്രം. കനാന്യ പ്രഭുക്കന്മാർക്കൊക്കെ കമ്പം പിടിച്ചെന്ന മോഹാബിരെല്ലാം പരിഭ്രമിച്ചു പോയി. ഫെലിസ്തീർക്കും ഭയമുണ്ടാക്കി ദൈവം. പിന്നെ ഇവരെ മാറയിൽ കൊണ്ടുവന്ന് അത് മതിരിപ്പിച്ചു. ശേഷം എലീമി കൊണ്ടുവന്നു 12 നീരവർ 70 ഈത്തം. ഇതൊക്കെ അനുഭവിച്ചതാ. അതിനുശേഷം സീൻ മരുഭൂമിയിലോട്ട് വന്നപ്പം അറിയപ്പെടാത്ത മന്ന, സ്വർഗീയ ഭോജനം. അത് തപ്പി നടക്കുമൊന്നും വേണ്ട. പാളയത്തിന്റെ വാതുക്കൽ, കൂടാരവാതുക്കൽ തപ്പി മന്ന തപ്പി വണ്ടിക്കൂലി ഒന്നും. രാവിലെ കൂടാരവാതിൽ തുറക്കുക, നോക്കുമ്പം മന്ന വാതൊക്കെ പെറുക്കിയെടുക്കുക, തിരിച്ചോ ഓറിലിടിച്ചോ കലത്തി പിഴിഞ്ഞോ അപ്പം ഉണ്ടാക്കി. എന്ത് ഭദ്രമായിട്ടാ. ഇനി കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത് മോശ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇവരെ അനുഗമിച്ച ആത്മീയ പാറ അതിൽ നിന്ന് കുടിക്കുക. ആത്മീയ പാറ എന്ന് ഉദ്ദേശിച്ച് സർവജ്ഞനായ ദൈവത്തെയാ. കാരണം ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവം പാറയാണെന്ന.
സ്തോത്രം. യെശയ്യാ 26 അധ്യായത്തിൽ യഹോവയാകുന്ന യാഗ് നമ്മുടെ പാറയെന്ന ശാശ്വതമായ പാറ. അപ്പൊ ഈ സർവജ്ഞനായ ദൈവം ഇവരുടെ കൂടെ നടക്കുക. ഇങ്ങനെ ദൈവിക സംരക്ഷണവും വിടുതലും നന്മയെ അനുഭവിച്ചവർ കലഹിക്കരുത്. അതാ പറഞ്ഞത്, കലഹിക്കരുത്. ഇവര് കലഹിച്ചു. ഇനി ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. ഈ കലഹിച്ചു എന്നൊരു വാചകം പറഞ്ഞു വിട്ടാൽ പോരാ. കലഹിച്ചത് ചെറിയ കലഹമല്ല. നന്നായിട്ട് ഇവർ വഴക്കുണ്ടാക്കിയിട്ട് ഇവര് ദൈവത്തിന്റെ ദാസനാകുന്ന മോശയെ എറിഞ്ഞ് പെടത്താൻ വേണ്ടി കരിങ്കല്ല് കയ്യിലെടുത്തു. നമ്മുടെയൊക്കെ പല സഭകളിലും, പെന്തിക്കോസിലെ പല സഭകളിലെ വഴക്കെന്ന് പറഞ്ഞാൽ വാടാ പോടാ അത് ഞാൻ കാണിച്ചു തരാം, അടുത്ത ആഴ്ച കാണിച്ചു തരാം. അടുത്ത ആഴ്ച കാണിക്കുന്ന തന്നെ പുള്ളി ഇങ്ങോട്ട് കയറി മറ്റേ പുള്ളി കണ്ടു. അപ്പുറം ഇപ്പുറം കസേര വന്നിരുന്ന് ആത്മാവിലാകുന്നതിനെ നോക്ക്, ഇതാ കാണിച്ചു തരുന്നത്. നമ്മുടെയൊക്കെ അങ്ങനെ ഉള്ളു. ഇവിടെ അങ്ങനല്ല കാണിച്ചത്. വഴക്ക് രൂക്ഷമായിട്ട് ഇവര് ദൈവത്തിന്റെ ദാസനാകുന്ന മോശയെ എറിഞ്ഞു താഴെ ഇടാൻ കരിങ്കല്ല് കയ്യിലെടുത്തു. ഇസ്രായേൽ മക്കൾ കല്ലെടുത്തു എന്ന് എഴുതിയിട്ടില്ല, പക്ഷെ മോശയുടെ സാക്ഷ്യത്തിലുണ്ട്. വായിച്ച് 17:4. മോശ യഹോവയോട് നിലവിളിച്ചു. വടക്ക് രൂക്ഷമായപ്പോ മോശ ദൈവത്തോട് നിലവിളിച്ചു. ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യണ്ടു? അവരെന്നെ കല്ലെറിയാൻ ഇവരെന്നെ കല്ലെറിയാൻ പോകുന്നെന്ന് കണ്ടോ? അപ്പൊ മോശ നോക്കിയപ്പോ എല്ലാവരുടെയും കയ്യിൽ കരിങ്കല്ലിരിക്കുക. മോശ ഏതായാലും കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വടക്ക് രൂക്ഷമായപ്പോ മോശ ഇവരെ എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോ എല്ലാവരുടെയും കൈ കരിങ്കല്ല. അതാ ചെല്ലി യോഗത്തിന് വന്നിട്ട് കരിങ്കല്ല. ഇവര് കരിങ്കല്ല് കയ്യിലെടുത്തു, ഭയങ്കര പ്രശ്നമുണ്ടാക്കി. പുറപ്പാട് 15 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ ഇവര് പണ്ട് എന്തോ കൊടുത്തടാ കയ്യിൽ. വായിച്ചേ. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. മതി. പുറപ്പാട് 15:20 തപ്പെടുത്തു. ഇവര് തന്നെ 17:4 വന്നപ്പം എന്തുവാ? അപ്പൊ ഇവര് എല്ലാം എടുക്കും. സഭായകത്തിരിക്കുമ്പോ ഇവര് തമ്പേറടിക്കും. സഭായം കഴിഞ്ഞേച്ച് നിങ്ങൾ എന്തേലും പറ, നമുക്ക് പോകണ്ടേ? ആരാമനക്കിരുന്ന് കരം ഉയർത്തി ഹല്ലേലൂയ. പാട്ടുകാരും ഞങ്ങളും ഉപദേശമാരും ഒക്കെ പോലെ ആ കരങ്ങൾ വീശി വീശി അങ്ങനെ വീശും. അത് കഴിഞ്ഞേച്ച് യോഗം കഴിഞ്ഞേച്ച് മുണ്ട് മടക്കി കുത്തി ഇങ്ങനെ നിങ്ങൾ എന്തേലും പറ. സ്തോത്രം. അങ്ങനെ ചെയ്യരുതെന്നാ നമുക്കുള്ള പ്രമാണം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 15:20 തപ്പെടുത്ത് നൃത്തം ചെയ്തവരാ ഇവര് തന്നെ. 17:4 വന്നപ്പോ കരിങ്കല്ല് കയ്യിലെടുത്തു. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോടും എല്ലാ കർത്തദാസന്മാരോടും ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ, സ്തോത്രം പറയാൻ ഉയർത്തിയ കൈകൊണ്ട് മറ്റൊരുത്തന്നെ നേരെ ഉയർത്തരുത്. ദൈവത്തെ സ്തുതിച്ച ഈ നാവ് കൊണ്ട് നിന്റെ കൂട്ടു സഹോദരനെ, കൂട്ടുവേലക്കാരനെ ആക്ഷേപം പറയാൻ ഈ നാവ് ഉപയോഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഈ കൈ കൊണ്ട് വേറെ ആരെ അടിക്കാൻ പോക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദീർഘമാക്കി വിവരിക്കുന്നില്ല. 15:20 തപ്പെടുത്തവർ 17:4 വന്നപ്പം കരിങ്കല്ലെടുത്തു. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു മാതൃക മോശയാ. മോശ അന്നേരം വടിയാ എടുത്തത്. 17 താഴോട്ട് വായിച്ചു വരുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ കയ്യിലുള്ള വടി, ദൈവത്തിന്റെ വടി എടുക്കാൻ പറഞ്ഞു. മോശ വടി കയ്യിലെടുത്തു. മോശ മിസ്രയീമിൽ വന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴും ചെങ്കട തീരത്ത് വെച്ച് ഈ വടി തന്നെ എടുത്തത്. 17 വന്നപ്പോൾ ഈ വടിയാ. പക്ഷെ ഇവര് 15 തപ്പെടുത്തവര് 17 വന്നപ്പം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രബീലിമിൽ വെച്ച് അമാലിലേക്ക് വന്ന് ഇസ്രായേലിനോട് പൊരുതുക, അമാലിലേക്ക് യുദ്ധത്തിന് വരിക. അമാലിക്കിന്റെ കുലത്തൊഴിൽ കൊള്ളയാ. ഇവര് കൊള്ളക്കാരാ. വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. കൊള്ള. ഇവര് കൊള്ളയടിക്കാൻ വരുന്നത് ഒട്ടകത്തിന്റെ പുറത്ത് കൂടാരങ്ങൾ തീർത്ത് കൂടാരത്തിനകത്ത് കയറിയാ കൊള്ളയ്ക്ക് വരുന്നത്. വാക്യങ്ങളുണ്ട്, ഇപ്പൊ എടുപ്പിക്കുന്നില്ല. നാളുകളുടെ ഒട്ടകങ്ങളെ സ്പീഡിൽ ഓടിക്കാൻ പഠിപ്പിക്കും. മരുഭൂമി കൂടി സ്പീഡിൽ ഓടിക്കാൻ ഒട്ടകങ്ങളെ പരിശീലിപ്പിച്ച് ആ ഒട്ടകത്തിന്റെ പുറത്ത് കൂടാരങ്ങൾ തീർത്ത് ആ കൂടാരത്തിനകത്താണ് കൊള്ളയ്ക്ക് വരുന്നത്. ഇവരുടെ കുലത്തൊഴിൽ കൊള്ളയാണ്.
അപ്പൊ ഇസ്രായേൽ മക്കളെ ഇവർ പിന്തുടർന്നത് കൊള്ളയടിക്കാന്. കാരണം സങ്കീർത്തനം 105:37 വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കൈവശം ടൺ കണക്കിന് വെള്ളിയും പൊന്നും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവരവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടും. അപ്പൊ കൊള്ളക്കാരാകുന്ന അമാലേക്ക് അറിവ് കിട്ടി. ഒരു കൂട്ടം ജനം വരുന്നു, കാലാള് തന്നെ 6 ലക്ഷമുണ്ട്. അവരുടെ കൈവശം ടൺ കണക്കിന് വെള്ളിയും പൊന്നുമുണ്ട്. ആത്മീക പാഠം: വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നത്, പൊന്ന് ഒറ്റമാക്കി പറഞ്ഞ വിലയേറിയ വിശ്വാസത്തെ കാണിക്കുന്നതാണ്. അപ്പൊ ആത്മീക പാഠം: നിന്റെ വിശ്വാസത്തെയും വീണ്ടെടുപ്പിനെയും നശിപ്പിക്കുവാനാണ് കൊള്ളക്കാരാകുന്ന അമാലിലേക്ക് കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പ്രാരംഭ സമയത്ത് അമാലിലേക്ക് വന്നിട്ട് കൊള്ളയടിക്കാൻ ഒക്കുന്നില്ല. കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും, അതുകൊണ്ടാണ് കൊള്ളയടിക്കാൻ. അപ്പൊ അമാലേക്കിന് പറഞ്ഞു നമുക്ക് പുറകിൽ കൂടെ കയറാം. പറഞ്ഞു പുറകിൽ തീയാന്ന് പറഞ്ഞു. പുറകിലായിരിക്കുന്നെങ്കിലും ഭയങ്കര കയ്യടി, ആരാധന, തപ്പെടുത്ത് നൃത്തം ചെയ്യാന്ന് പറഞ്ഞു. അപ്പം പുറകിൽ കൂടെ കയറാനൊക്കത്തില്ല. എന്നാൽ സൈഡ് വഴി കയറാം. അയ്യോ, സൈഡിലൊന്നും ഒക്കത്തില്ല. സഹോദരിമാരെല്ലാം ആത്മാവി പറക്കുക. തപ്പെടുത്ത് മിരിയാമ്മയുടെ നേതൃത്വത്തിൽ ഭയങ്കര അടി, ആരാധനയും ബഹളവും. സൈഡ് കൂടെ ഒന്നും ഒക്കത്തില്ല. എന്നാൽ ഫ്രണ്ടിൽ കൂടെ, അയ്യോ ഫ്രണ്ട് പാസ്റ്റേഴ്സൊക്കെ ഇരുന്ന് ആത്മാവി നിറയുക. ഞാൻ നിങ്ങളിരിക്കുമ്പോൾ ഇങ്ങനെ ആരെ വിഴുങ്ങണ്ടെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമൊന്നുമല്ല. വലിയൊരു അപ്പൊ പുറകിൽ കൊടുക്കത്തില്ല, സൈഡിൽ കൊടുക്കുകയല്ല, ഫ്രണ്ടിൽ കൊടുക്കുക, ഒരു തരത്തിലൊക്കത്തില്ല. അപ്പൊ പറഞ്ഞു സെക്രട്ടറി ഇരിക്കുന്ന, അയ്യോ സെക്രട്ടറി തീയാന്ന് പറഞ്ഞു. സെക്രട്ടറി ആത്മാവിൽ പറക്കുകയാണ്. അല്ല, സെക്രട്ടറി ഇങ്ങനെ കണക്ക് നോക്കിയിരിക്കുകയല്ല, ഇന്ന് എന്നാ കിട്ടുമെന്ന് ഓർത്ത് സ്തോത്രം പറയാൻ. എന്നാൽ ട്രഷാർ ആ സമയത്ത് എണ്ണുന്നേ ഉള്ളു, പക്ഷെ പുള്ളി ആത്മാവിലാന്ന് പറഞ്ഞു. എന്നാൽ കമ്മിറ്റിക്കാർ കമ്മിറ്റി കൂടുമ്പോൾ ഒരു അലമ്പുണ്ടാക്കിയാലും അത് കഴിയുമ്പോൾ ഇവരില്ല. ഞാൻ പെട്ടെന്നിരിക്കാം. പിന്നെ ചുരുക്കി പറഞ്ഞാൽ സൈഡിൽ കൂടെ ഒക്കത്തില്ല, പുറകിൽ കൂടെ ഒക്കത്തില്ല, സൈഡിൽ കൂടെ ഫ്രണ്ട് ഒന്നും ഒക്കത്തില്ല. എല്ലാം ആത്മാവി നിറയുക. കാരണം തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിക്കുക. ഈ കൊള്ളക്കാരാകുന്ന ഈ അമാലിയക്ക് ഇതിനകത്തോട്ട് കയറാൻ വിടവില്ല. അപ്പം അമാലിയക്കിന്റെ നേതാവ് ആഗാഗ് പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, ഈ ചാട്ടവും തുള്ളലും എല്ലാം ഇച്ചിരി കഴിയുമ്പോൾ തീരുവന്ന്. വെയിറ്റ് ചെയ്തപ്പോൾ സഭയ്ക്കകത്ത് വഴക്ക്, കലഹമുണ്ടായപ്പോ തമ്പേറും സൈട്രമ്പും എല്ലാം കൂടെ ദൂരോട്ട് കളഞ്ഞേച്ച് കരിങ്കല്ല് കയ്യിലെടുത്തവരെല്ലാം കൂടെ പുറകിൽ പോയി. അവർ പിറകിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. കരിങ്കല്ലുമായിട്ടിരിക്കുക, എറിയാനുള്ള തക്ക നോക്കിയിരിക്കുക. നേരത്തെ കയ്യടിയും പാട്ടുമായിരുന്നു, ഇപ്പൊ കരിങ്കല്ലുമായിട്ടിരിക്കുക, എപ്പോ സമയം നോക്കിയിരിക്കുക എറിയാൻ. അപ്പൊ അമാലിലേക്ക് പറഞ്ഞ്, ഇപ്പൊ പുറകിൽ കൂടെ കയറിക്കോ, പിടികൂടാന്ന് പറഞ്ഞു. വാക്യങ്ങളുണ്ട്. ആവർത്തനം 25:17 പിൻപിൽ നിന്ന് വന്ന അമാലിലേക്ക് പിൻപിൽ കൂടെ വരാൻ കാര്യം, ഇവര് കരിങ്കല്ലെടുത്ത് വടക്കുണ്ടാക്കിയപ്പോൾ ക്ഷീണിച്ചവർ പിറകി പോയി. ഇവിടെ പുറകിരിക്കുന്നവരുടെ കാര്യമല്ല, ആരാധിക്കാതെയും പ്രാർത്ഥിക്കാതിരിക്കുന്നവരുടെ കാര്യമായി പറഞ്ഞത്. പുറകിൽ കൂടെ കയറി വന്നു. അപ്പൊ പുറകിൽ കൂടെ കയറി വന്നപ്പോൾ ദർശനമുള്ള വെളിപ്പാടുള്ള മോശയ്ക്ക് മനസ്സിലായി, ഇങ്ങനെ പോയ ആ കാര്യം നടക്കത്തില്ല. മോശ യോശുവയെ പടക്കളത്ത് വിട്ടേച്ച് അഹരോനെയും ഹൂറിനെയും കൂട്ടി ദൈവത്തിന്റെ വടിയുമെടുത്ത് കുന്നിൻ മുകളിൽ കയറി. മോശയ്ക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഈ അമാല്യക്കിന്റെ ശക്തികളെ പരാജയപ്പെടുത്തണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, നിന്നെ പരാജയപ്പെടുത്തുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ വകവരുത്തുവാൻ വരുന്ന വൈരിയെ ജയിക്കുന്നത് കായബലം കൊണ്ടല്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ടല്ല, സാമ്പത്തിക ബലം കൊണ്ടല്ല, സ്വാധീനം ഉപയോഗിച്ചല്ല. ഒറ്റ വാക്കിൽ വചനത്തിൽ കൂടെ പറയാ, മുടങ്കാലമിടയ്ക്ക് പ്രാർത്ഥനയിൽ പോരാടണം. ഹല്ലേലൂയ. മോശയ്ക്കൊരു കാര്യം പിടികിട്ടി, അമാലിലേക്ക് തകരണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അഹരോനെയും ഹൂറിനെയും കൂട്ടി ദൈവത്തിന്റെ വടിയുമെടുത്ത് മോശ കുന്നിൻ മുകളിൽ കയറി. പ്രൈസ് ദി ലോർഡ്. നാം ഇങ്ങനെ വായിക്കുന്നു, മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജയിക്കും. നിന്റെ പരാജയം മാറണമെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടണം. നിന്റെ തലമുറകളുടെ പരാജയം മാറണമെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടണം. സഭയുടെ പരാജയം മാറണമെങ്കിൽ അവൻ പ്രാർത്ഥനയിൽ പോരാടണം. നിന്റെ ശുശ്രൂഷകരുടെ ബലഹീനത മാറണമെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടണം. പൗലോസ് പറഞ്ഞത്, സകല പ്രാർത്ഥനയാൽ യാചനയാല് ഏറെ നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.
സമയമായതുകൊണ്ട് ഞാൻ നിർത്തുക. പ്രസംഗത്തിന്റെ ഒരു മുഖവരെയായുള്ള ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും കൂടാം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. വിടുതലെന്നു പ്രാപിക്കാം, വിടുതലെന്നു പ്രാപിക്കാം.